കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ്. തമിഴ്നാടിന്റെ അധികാര ചുമതല വഹിക്കുന്ന ആർലേക്കർ സർക്കാർ രൂപീകരണത്തിൽ TVK നേതാവ് വിജയെ വട്ടം കറക്കുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ TVKയുടെ നേതാവ് വിജയ് സർക്കാർ രൂപീകരണത്തിന് ഗവർണറെ സമീപിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? 118 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് ഹാജരാക്കുവാൻ ഗവർണർ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് തീർത്തും അസാധാരണമായ നടപടിയാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതുകൊണ്ട് തന്നെ നിയമസഭയിൽ വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിച്ചാൽ മതിയെന്നിരിക്കെയാണ് ഗവർണർ നാടകം കളിച്ച് TVKയെ വട്ടം കറക്കിയത്. പിന്നാലെ കോൺഗ്രസും മറ്റു ചെറു കക്ഷികളും പിന്തുണ നൽകിയതോടെയാണ് വിജയ്ക്ക് ഗവർണർ ഒരുക്കിയ കുരുക്കിനെ മറികടക്കാൻ സാധിച്ചത്. തമിഴ്നാട് സഭയിൽ 3 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണമെന്ന നിർദ്ദേശവും ഗവർണർ വിജയ്ക്ക് മുന്നിൽ നൽകിയിരുന്നു. ഇതോടെ അടുത്ത 72 മണിക്കൂർ വിജയ്ക്ക് ഏറെ നിർണായകമാണെന്ന് പറയേണ്ടി വരും. വിജയ് സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ കേരളത്തിലേക്കാണ് ഗവർണർ തിരിച്ചിരിക്കുന്നത്. ഈ മാസം 23-നുള്ളിൽ സർക്കാർ രൂപീകരിക്കണമെന്നാണ് നിർദ്ദേശം. സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ സർക്കാർ ഉണ്ടാക്കുവാൻ വിളിക്കുകയാണ് ഗവർണർ ചെയ്യേണ്ടത്. 63 MLA-മാരുള്ള കോൺഗ്രസാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. നിലവിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ കണ്ടെത്തുവാനുള്ള ചർച്ചകൾ അവസാന റൗണ്ടിലാണ്. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ എന്നീ നേതാക്കന്മാരിൽ നിന്ന് ഒരാളെ ഗവർണർ സർക്കാർ ഉണ്ടാക്കുവാൻ ക്ഷണിക്കും. ഇവിടെ ഗവർണർക്ക് ഭംഗിയായി വേണമെങ്കിൽ UDF-നെ കബളിപ്പിക്കാം. BJP ഇതര പാർട്ടികളെ വട്ടം കറക്കുമെന്ന് രാജ്യത്തെ ഗവർണർമാർ ഇതിനു മുൻപ് തന്നെ തെളിയിച്ചതാണ്. സമാന രീതിയിൽ UDF സർക്കാരിനെ ആർലേക്കർ വട്ടം കറക്കുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിൽ ചില പൊട്ടലും ചീറ്റലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇത് മുതലെടുത്ത് ഗവർണർ MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് ഹാജരാക്കുവാൻ കേരളത്തിലെ നിയുക്ത മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് ഉറപ്പാണ്. തമിഴ്നാട്ടിൽ വിജയെ 4 ദിവസം വട്ടം കറക്കാൻ സാധിച്ച രീതിയിലുള്ള മുട്ടൻ പണി കേരള ഗവർണറിൽ നിന്നുണ്ടാകുമെന്ന് ഉറപ്പാണ്. 3 പേരിൽ നിന്ന് ഒറ്റ പേരിലേക്ക് എത്താൻ ഹൈക്കമാൻഡ് വൈകുന്ന ഓരോ നിമിഷവും ഗവർണർ വൃത്തികെട്ട നാടകം കളിക്കുമെന്ന് കോൺഗ്രസ് മുൻകൂട്ടി കാണേണ്ടതുണ്ട്. UDF നേതാക്കളുടെ കത്തിന് പുറമെ കോൺഗ്രസ് MLA-മാരുടെ ഒപ്പും ഗവർണർ ആവശ്യപ്പെടും. ഇതിനും അപ്പുറം മറ്റു ചില ന്യായങ്ങളും വേണമെങ്കിൽ ഗവർണർക്ക് നിരത്താം. ശാരീരികമായ അസ്വസ്ഥതകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാം. അടിയന്തര വിദേശ യാത്രകൾ ചൂണ്ടിക്കാട്ടി സർക്കാർ രൂപീകരണം വൈകിപ്പിക്കാം. അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാട്ടിയും കോൺഗ്രസിനിട്ട് പണി കൊടുക്കാൻ ആർലേക്കർക്ക് സാധിക്കും. മുൻപ് പറഞ്ഞ ഏത് ന്യായം നിരത്തിയായിരിക്കും ഗവർണർ UDF-നെയും കോൺഗ്രസിനെയും വെള്ളം കുടിപ്പിക്കുക എന്ന് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും തമിഴ്നാട്ടിലും കേരളത്തിലും സർക്കാർ രൂപീകരണ നീക്കം ഒരേ സമയം നടക്കുമ്പോൾ രണ്ടിടത്തും പ്രധാന റോളിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഓടി നടന്ന് BJP അജണ്ട ഭംഗിയായി നടപ്പാക്കുന്നുമുണ്ട്. കേരള ഗവർണറായ ആർലേക്കറിന് മാർച്ച് ആദ്യമാണ് തമിഴ്നാടിന്റെ കൂടി ചുമതല നൽകിയത്. തമിഴ്നാട്ടിൽ ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഭരണത്തിലേറാനുള്ള അന്തർനാടകങ്ങൾ അരങ്ങേറുമ്പോൾ ശ്രദ്ധാകേന്ദ്രമാണ് ഗവർണർ. കേരളത്തിൽ മികച്ച ഭൂരിപക്ഷം UDF-ന് ലഭിച്ചതിനാൽ ഇവിടെ ഗവർണർക്ക് വലിയ തലവേദന ഉണ്ടാകില്ല എന്നായിരുന്നു കരുതിയത്. എന്നാൽ പ്രതിസന്ധി ഏറെയുള്ള തമിഴ്നാട്ടിൽ TVK സർക്കാർ അധികാരത്തിലെത്തിയിട്ടും മികച്ച ഭൂരിപക്ഷമുള്ള UDF-ന് അത് സാധിക്കുന്നില്ല. ഈ അവസരം ആർലേക്കർ ഭംഗിയായി മുതലെടുത്താൽ തമിഴ്നാടിന്റെ ബാക്കി പ്രതിസന്ധി ഇങ്ങ് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ബീഹാർ ഗവർണറായിരിക്കെയാണ് ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം ആർലേക്കർ കേരള ഗവർണറാകുന്നത്. മാർച്ചിൽ അപ്രതീക്ഷിതമായി തമിഴ്നാടിന്റെ ചുമതല ലഭിക്കുകയായിരുന്നു. മൃദു സ്വഭാവവും മിതഭാഷണവുമാണ് മുഖമുദ്രയെങ്കിലും നിലപാടുകളിൽ കർക്കശക്കാരനാണ് ആർലേക്കർ. തമിഴ്നാട് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ ആ കാർക്കശ്യം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞതാണ്. ചടങ്ങിന് മുൻപും പിൻപും വന്ദേമാതരം ആലപിക്കണമെന്ന് ഗവർണർ നിർബന്ധം പിടിച്ചതിന് തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായിരുന്നു. ഗോവയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിനുള്ള പിന്തുണ ലഭിച്ചിട്ടും കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാൻ കഴിയാതെ പോവുകയും BJP സർക്കാർ ഉണ്ടാക്കുകയും ചെയ്ത ഘട്ടത്തിൽ അവിടെ BJP-യുടെ പ്രധാന നേതാവായിരുന്നു ആർലേക്കർ. ആ മിടുക്ക് ഇവിടെ കേരളത്തിൽ വില പോവില്ലെന്ന മുന്നറിയിപ്പ് രാഷ്ട്രീയ പാർട്ടികളിൽ ആർലേക്കർക്ക് നൽകിയിട്ടുണ്ട്.